കൊടും ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി. ഗുണ്ടകളുടെ രാഷ്ട്രീയം, പോലീസ് ബന്ധങ്ങളും പരിശോധിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകി. ഓരോ പോലീസ് ജില്ലയിലും നിരന്തരം ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ലിസ്റ്റ് നൽകാനാണ് നിർദ്ദേശം. ജനം ബ്രേക്കിംഗ്. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കൊടും ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവരുടെ പോലീസ് രാഷ്ട്രീയ ബന്ധങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കാനും അത് റിപ്പോർട്ടാക്കി നൽകാനും പോലീസ് മേധാവി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, അല്ലേ? പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേറ്റതിനു ശേഷമുള്ള ഒരു നിർണായകമായ നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. സംസ്ഥാനത്തെ ഗുണ്ടകളുടെ സ്ഥിതി വിവരങ്ങൾ ലിസ്റ്റ് പൂർണ്ണമായും പരിശോധിക്കണം എന്നൊരു നിർദ്ദേശം. അത് 20 പോലീസ് ജില്ലകളാണ് സംസ്ഥാനത്തുള്ളത്. അങ്ങനെ 20 പോലീസ് ജില്ലകളിലെ ആ ജില്ലയിൽ പരിധിയിൽപ്പെടുന്ന വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വരുന്ന പോലീസ് സ്റ്റേഷന്റെ പരിധികളിൽ വരുന്ന ഗുണ്ടകളുടെ എല്ലാം ലിസ്റ്റ് എടുക്കാനാണ് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ ഇവരുടെ പശ്ചാത്തലമടക്കം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കാരണം ഗുണ്ടകളുടെ രാഷ്ട്രീയ ബന്ധം, അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ ശാരീരിക അവസ്ഥകൾ അടക്കമുള്ള സ്ഥിതി വിവരങ്ങൾ അടക്കം, അതായത് സമഗ്രമായ വിവരം ശേഖരിക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് രാഷ്ട്രീയ ബന്ധമുള്ളവരുടെയും അല്ലാത്തതും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും അവരുടെ കുറ്റകൃത്യങ്ങൾ, നേരത്തെ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ അടക്കം ഉള്ള സ്ഥിതി വിവരങ്ങൾ പരിശോധിക്കണം. അത് ആ കണക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഗുണ്ടകളുടെ എല്ലാം ലിസ്റ്റ്, പൂർണ്ണ വിവരം, സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലുള്ള ഗുണ്ടകളുടെ എല്ലാം പൂർണ്ണ വിവരങ്ങൾ എടുക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുണ്ടായത്. ഇതിന്റെ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏതൊക്കെ പശ്ചാത്തലത്തിലുള്ളവരാണ്, അവരുടെ വിവരങ്ങൾ, അതായത് ഗുണ്ടകളുമായി നേരിട്ടോ അല്ലാതെയോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ ബന്ധം പുലർത്തുന്നവരുടെ അടക്കം നിരീക്ഷിക്കാൻ ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ പൂർണ്ണമായും സംസ്ഥാനത്തെ ഗുണ്ടകളുടെ എല്ലാവരുടെയും ലിസ്റ്റുകൾ, അത് ഏതൊക്കെ തരങ്ങളിലുള്ളതാണ്, മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള കേസുകൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു നിർണായക നീക്കം ഇപ്പോൾ നടക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായിട്ട് റവാഡ ചന്ദ്രശേഖർ സ്ഥാനമേൽക്കുന്നതിന് ശേഷമുണ്ടാകുന്നൊരു നിർണായക നീക്കമാണ് ഈ ഗുണ്ടകളുടെ ലിസ്റ്റുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ തുടർന്ന് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടക്കം വരാൻ പോവുകയാണ്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാകണം ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സംസ്ഥാനത്തെ ഗുണ്ടകളുടെ അടക്കം ലിസ്റ്റുകൾ പരിശോധിക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് വന്ന ഉത്തരവ്. ഇനി കൂടുതൽ വിഷയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണം എന്തെങ്കിലും ഉണ്ടാകുമോ, രാഷ്ട്രീയമായ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഗുണ്ടകളുമായി ബന്ധപ്പെട്ടവരുടെ ലിസ്റ്റും അവരുടെ വിവരങ്ങളും അവരുമായി സഹകരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി വിവരങ്ങൾ, മറ്റ് ഉൾപ്പെട്ട കേസുകൾ എന്തൊക്കെയാണ്, മാത്രമല്ല കൊണ്ട് ഇത്തരത്തിൽ കൊലപാതക ശ്രമങ്ങൾ അടക്കം നടത്തിയവരുടെ ലിസ്റ്റുകൾ, ഇതെല്ലാം ശേഖരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയത്. എന്തായാലും നിർണായകമായ ഒരു നീക്കത്തിലേക്കാണ് സംസ്ഥാന പോലീസ് മേധാവി കടക്കുന്നത്. ശരി പ്രശാന്ത്, കൊടും ക്രിമിനലുകളുടെ പട്ടിക തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി സംസ്ഥാന പോലീസ് മേധാവി. ഗുണ്ടകളുടെ രാഷ്ട്രീയ, പോലീസ് ബന്ധങ്ങളും പരിശോധിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ പോലീസ് ജില്ലയിലും നിരന്തരം ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ലിസ്റ്റ് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിവരം നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത്.